മൊഗ്രാൽ പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മാലോത്ത് വില്ലേജിൽ ക്യാമ്പ് ആരംഭിച്ചു. 10 കുടുംബങ്ങളിൽ നിന്നും 37 പേരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. കാസർഗോഡ് നിന്ന് ഷഫീഖ്, ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ്. അപ്പം നിലവിൽ കനത്ത മഴ തന്നെയാണോ? എന്താണ് നിലവിൽ ജില്ലയുടെ അവസ്ഥ? എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നു ജില്ലാ ഭരണകൂടം? കഴിഞ്ഞ 2 ദിവസമായി കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതിശക്തമായ മഴ തന്നെയാണ് പരക്കെ അനുഭവപ്പെടുന്നത്. മുഴുവൻ താലൂക്കുകളിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ കാരണം പ്രയാസം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിഞ്ഞ് വീടുകളിലേക്ക് വരുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. 2 സ്ഥലങ്ങളിലാണ് അങ്ങനെ മണ്ണിടിഞ്ഞ് വീടുകളിലേക്ക് വീണ് ആൾ താമസമില്ലാത്തതിനാൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊഗ്രാൽ, നീലീശ്വരം, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞു. ആ ഭാഗങ്ങളിൽ പുഴകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്ന് ബന്ധുവീടുകളിലേക്ക് ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. പട്ല, മൊഗ്രാൽ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. ആ ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിലുള്ള വെള്ളവും അതോടൊപ്പം തന്നെ സർവീസ് റോഡിലെ വെള്ളവും ഒഴുകി പോകുന്നതിന് ശാസ്ത്രീയമായ സംവിധാനം ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടില്ല. പല ഭാഗത്തും വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. റോഡുകളിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നു. ആ വെള്ളം സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്കും കടകളിലേക്കും ഒഴുകിയെത്തുന്നു എന്നതാണ് വലിയ പ്രയാസമുണ്ടാക്കുന്നത്. അങ്ങനെ മഞ്ചേശ്വരം ഭാഗത്ത് നിരവധി വീടുകളിലേക്കാണ് ഇങ്ങനെ ദേശീയപാതയിൽ കെട്ടിനിന്ന വെള്ളം ഒഴുകിയെത്തി വീടുകളിലെ വെള്ളം കയറിയത്. അതോടൊപ്പം തന്നെ മാവുങ്കാൽ അവിടെ ഓവർ ബ്രിഡ്ജുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ വെള്ളം പൂർണ്ണമായും ആ ഭാഗത്തെ കടകളിലേക്കാണ് ഒഴുകി എത്തിയത്. അങ്ങനെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള വഴി കൃത്യമായി ഒരുക്കാത്തത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ അതിശക്തമായ മഴ കർണാടകയുടെ അതിർത്തി മേഖലകളിൽ പെയ്യുന്നത് കാരണം കാസർഗോഡ് ജില്ലയിലെ ഈ പുഴകളിൽ നീരൊഴുക്ക് ഗണ്യമായി കൂടിയിട്ടുണ്ട്. കാര്യങ്കോട് പുഴയിലും മൊഗ്രാൽ പുഴയിലും നീലീശ്വരം പുഴയിലുമൊക്കെ വെള്ളം ഗണ്യമായി കൂടിയതിനാൽ തന്നെ ആ ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ള 10 കുടുംബങ്ങളെയാണ് അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചത്. പക്ഷേ നിരവധി കുടുംബങ്ങളോട് ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിലൊന്നും തന്നെ ക്യാമ്പ് ആരംഭിച്ചിട്ടില്ല. മിക്കവാറും സ്ഥലങ്ങളിലുള്ള ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കും. കാസർഗോഡിൻ്റെ തീരമേഖലകളിൽ തൃക്കണ്ണാട് കടലേറ്റം ശക്തമാണ്. മീറ്ററുകളോളമാണ് കടലെടുത്തത്. അങ്ങനെ കാസർഗോഡ് ജില്ലയുടെ തീരദേശ മേഖലകളിലും കടലേറ്റവും അതിശക്തമായി തുടരുന്നുണ്ട്. വലിയ രൂപത്തിലുള്ള പ്രയാസമാണ് ജില്ലയിൽ ആകമാനവും റിപ്പോർട്ട് ചെയ്യുന്നത്.